السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 166-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകൾ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ 166-ാം പേജിന്റെ പാരായണമാണ് ആദ്യം നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون فانتقمنا منهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. صدق الله العلي العظيم. സൂറത്തുൽ അഅറാഫിലെ 131 മുതൽ 137 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ ജുസ്ഇൽ 166-ാമത്തെ പേജ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളും സത്യദീനിലേക്ക് മഹാനവർകൾ ആളുകളെ ക്ഷണിച്ചതും ആ ക്ഷണം ഫിർഔനും കൂട്ടരും ധിക്കരിച്ചപ്പോ, അഹങ്കരിച്ചപ്പോ അല്ലാഹു തആല കൈക്കൊണ്ട ചില ശിക്ഷാ നടപടികൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞു തുടങ്ങിയിരുന്നത്. ആദ്യഘട്ടമെന്നോണം, ശിക്ഷയുടെ ആദ്യപടി എന്നോണം അവരെ ബാധിച്ചത് ക്ഷാമമാണ്. അതാണ് നമ്മൾ അവസാനമായി കഴിഞ്ഞ പേജിൽ പറഞ്ഞിരുന്നത്. കായ്ക്കനികൾ, അതിന്റെ ലഭ്യത നന്നേ കുറഞ്ഞു. ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞു. അങ്ങനെ ക്ഷാമം നൽകി അവർ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം നേരിട്ടപ്പോ എന്തായിരുന്നു അവരുടെ നിലപാട് എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. എന്താ നിലപാട്? അവർക്കതൊന്നും മേശിയതേയില്ല. ഇത്തരം പരീക്ഷണങ്ങൾ കാണുമ്പോൾ ചിന്തിക്കാനോ ഉണർന്ന് പ്രവർത്തിക്കാനോ അവർ തയ്യാറായതേയില്ല. മാത്രമല്ല, തങ്ങളെ തേടിയെത്തുന്ന നന്മയും തിന്മയുമൊക്കെ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി.
എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? തങ്ങൾക്ക് നന്മകൾ ലഭിക്കുമ്പോ, നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോ അത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നും അവകാശപ്പെട്ടതാണ് എന്ന് പറയും. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന വിചാരമേ ഉണ്ടാവില്ല. അതിന്റെ പേരിൽ അവർ നന്ദിയും കാണിക്കുകയില്ല. ഇനി നേരെ മറിച്ച് വല്ല തിന്മയുമാണെങ്കിൽ അവർക്ക് ബാധിച്ചത്, അവരെന്താ പറയാ? ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും ഞങ്ങളെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്, അവർ ഉള്ളതിന്റെ അപലക്ഷണമാണ്, ദുശകുനമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. സത്യത്തിൽ ആ തിന്മകൾ അവർക്ക് വരാൻ കാരണം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ്. അവരുടെ കൊള്ളരുതായ്മകൾ കൊണ്ടാണ് അത്തരം തിന്മകൾ വന്ന് ഭവിക്കുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല. അതിന്റെ കാരണക്കാർ അവർ തന്നെയാണ്. അവർക്ക് വരുന്ന ദുശകുനങ്ങളൊക്കെ അള്ളാഹു കണക്കാക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിന് കാരണക്കാർ അവർ തന്നെയാണ് താനും. അതൊന്നും മനസ്സിലാക്കാതെ അത് നേരെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖൗമിന്റെയും മുകളിലേക്ക് ചാർത്തി അവർ ഞങ്ങളെ കൂടെ ഉണ്ടായത് കൊണ്ടുണ്ടായ ദുശകുനമാണ്, അവലക്ഷണമാണ് എന്ന് പറഞ്ഞു തള്ളും. ഇതായിരുന്നു അവരുടെ രീതി. ഇതാണ് അള്ളാഹു തആല ഇനി പറയുന്നത്. നോക്കാം നമുക്ക് 131-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ജാഅത്ഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദി വഇൻ തുസിബ്ഹും സയ്യിഅത്തുൻ യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹു അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹി വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഫഇദാ ജാഅത്ഹുമുൽ ഹസന, അവർക്ക് വല്ല നന്മയും കൈവന്നാൽ, അവർക്ക് കൈവന്നാൽ, ഖാലൂ, അവർ പറയും, ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, അത് ഞങ്ങൾ അവകാശമായി ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇനി വഇൻ തുസിബുഹും സയ്യിഅ, അവർക്ക് വല്ല തിന്മയും ബാധിച്ചാലോ, യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള അനുയായികളെയും അവരിലേക്ക് ചേർത്തി അവലക്ഷണം കണക്കാക്കും അവർ. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും കൂട്ടുകാരുടെയും ദുശകുനമാണ് എന്നവർ പറയും. യത്തയ്യറൂ, അവർ ദുശകുനമാണെന്ന് പറയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും കൂട്ടുകാരുടെയും, അവർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ദുശകുനമായി ഭവിച്ചതാണ് ഈ തിന്മകൾ എന്നവർ പറയും. അലാ, അല്ലാഹു തആല പറയാൻ അറിയണം, അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അലാ അറിയണം, ഇന്നമാ ത്വാഇറുഹും, അവരുടെ ദുശകുനം ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ തന്നെയാണ്. പറഞ്ഞാൽ അല്ലാഹുവിങ്കുള്ള വിധി അനുസരിച്ചാകുന്നു അവരുടെ ദുശകുനങ്ങളും ഈ തിന്മകളൊക്കെ അവർക്ക് വരുന്നത്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അക്സറഹും, അവരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും, ലാ യഅലമൂൻ, അത് മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിങ്കിൽ നിന്നാണ് ഇത്തരം തിന്മകൾ, അല്ലെങ്കിൽ ഇത്തരം അള്ളാഹു കണക്കാക്കിയതനുസരിച്ചാണ് ഇത് നടക്കുന്നത് എന്നും അതിന്റെ കാരണക്കാര് അവർ തന്നെയാണ് എന്നും ലാ യഅലമൂൻ, അവർ മനസ്സിലാക്കുന്നില്ല. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്, അള്ളാഹുവിങ്കൽ തന്നെയാണ് അവരുടെ അവലക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർക്ക് കിട്ടുന്നതാണ്. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുകളിലേക്ക് ചാർത്തുകയാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എല്ലാം ഖൈറും ശർറും ഒക്കെ അല്ലേ, അവരുടെ ദുശകുനവും അള്ളാഹുവിൽ നിന്നുണ്ടാവുന്നതും അവന്റെ വിധി അനുസരിച്ച് സംഭവിക്കുന്നതുമാകുന്നു. പക്ഷേ കാരണക്കാർ അവർ തന്നെയാണ്. ത്വാഇർ എന്ന പദത്തിന് പക്ഷി എന്നാണ് വാക്കർത്ഥം. ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി. ഈ ദുശകുനം എന്ന പേരിൽ ഇങ്ങനെ ഒരു പദം പ്രയോഗിക്കുന്നത് പക്ഷികളുടെ ചലനത്തെ ആസ്പദമാക്കി പല ശകുനങ്ങളും ലക്ഷണങ്ങളും കണക്കാക്കി വരുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ പക്ഷി എന്നർത്ഥം വരുന്ന ത്വാഇർ എന്നത് പിന്നെ ദുശകുനം എന്ന പേരിൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ദുശകുനം എന്നാണ് ഉദ്ദേശം. ഏതായാലും ഇത്തരം ദുശകുനങ്ങളൊക്കെ സംഭവിക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇത് പൊതുവെ ആളുകളുടെ സ്വഭാവമാണ്. കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റുള്ളവരുടെ മേൽ ചാർത്തി രക്ഷപ്പെടുക. തന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് സമ്മതിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാ ആളുകൾക്കും. അതെങ്ങനെയെങ്കിലും മറ്റുള്ള ആളുകളെ മുകളിലിട്ട് തടി സലാമത്താക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. പലപ്പോഴും അത്തരം കുറ്റം ചാർത്തലുകൾ നിരപരാധികളുടെ മേലിൽ വന്നുപെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥകളൊക്കെ നിരന്തരം നമ്മൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്.
സ്വന്തം തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നാണ് സംഭവിച്ചതെങ്കിൽ അത് ഏറ്റുപറയുകയും സമ്മതിക്കുകയും അതിനെ പ്രതിവിധി ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഫിർഔനും കൂട്ടരും അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ദുസ്സകുന പ്രയോഗം നടത്തുകയാണ്. ഇന്ന് നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. 132-ാമത്തെ ആയത്തിലേക്ക്. ഫിർഔനും കൂട്ടർക്കും നേരിടുന്ന ബുദ്ധിമുട്ടുകളും ആപത്തുകളുമെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുസ്സഗുണം കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ് സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് അവരുടെ പ്ലാൻ. അതിനാണ് അവർ അങ്ങനെ പറയുന്നത്. എന്ന് മാത്രമല്ല, അവർ ഇത്ര കൂടി പറഞ്ഞത്രേ, നീ അവതരിപ്പിക്കുന്ന ഏത് ആയത്തും എന്ത് ദൃഷ്ടാന്തവും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ധിക്കാര സ്വരത്തിൽ അവർ ഇതിന്റെ കൂടെ പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, എന്ത് കണ്ടാലും വിശ്വസിക്കുകയില്ല എന്നുള്ള ദുഷ്ടാഠ്യത്തിന് പുറമെ മൂസാ നബി അലൈഹി സ്വലാം കാണിക്കുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും എല്ലാ മുഅ്ജിസത്തുകളും സിഹറാണ് എന്നുകൂടി അവർ ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചു. അതാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. പരിഹസിക്കാനും കളിയാക്കാനും അള്ളാഹു നൽകുന്ന മുഅ്ജിസത്തുകൾ സിഹറാണെന്ന് പറഞ്ഞ് തള്ളാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്നർത്ഥം. എന്താണ് 132-ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ മഹ്മാ തഅതിനാ ബിഹി മിൻ ആയ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. വഖാലൂ, അവർ പറയുകയും ചെയ്തു, മഹ്മാ തഅതിനാ ബിഹി മിൻ ആയ, എന്ത് ദൃഷ്ടാന്തം നീ കൊണ്ടുവന്നാലും ശരി, മഹ്മാ തഅതിന, നീ ഞങ്ങൾക്ക് കൊണ്ടുവരുമ്പോഴെല്ലാം, ബിഹി മിൻ ആയ, എന്ത് ദൃഷ്ടാന്തങ്ങൾ നീ കൊണ്ടുവന്നാലും, ലിതസ്ഹറനാ ബിഹാ, ഞങ്ങളെ മാരണം ചെയ്യാനായി, ഞങ്ങളെ വശീകരിക്കാനായി എന്ത് ദൃഷ്ടാന്തം നീ കൊണ്ടുവന്നാലും, ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്ന പരിപാടിയേ ഇല്ല. അത് സിഹറാണെന്ന് അതിലൂടെ അവർ ആരോപിക്കുകയാണ്. ലിതസ്ഹറനാ ബിഹാ, ഞങ്ങളെ വശീകരിക്കാൻ, ഞങ്ങളെ പാട്ടിലാക്കാൻ. ഇനി നമ്മൾ 133-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ധിക്കാരം തുടർന്നപ്പോ, അള്ളാഹുവിന്റെ ആയത്തുകൾ തുടരെ നിഷേധിച്ചു കൊണ്ടിരുന്നപ്പോ, ഇനി അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. ആപത്തുകൾ അയച്ച് പരീക്ഷിക്കുകയാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി വരികയാണ്. തുടർച്ചയായ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ജീവിതം ഗതിമുട്ടിപ്പോയി. ആദ്യം വന്നത് ക്ഷാമമാണ്. നമ്മൾ കഴിഞ്ഞ പേജിൽ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അതിനുശേഷം അള്ളാഹു അവരുടെ നേരെ അയച്ചത് പ്രളയമാണ്. പ്രളയം, തോരാത്ത മഴയും വെള്ളപ്പൊക്കവും. നിരന്തരം മഴ വർഷിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നു. ആഴ്ചകളോളം അവർ സൂര്യനെ കണ്ടതേയില്ല. സബിത്തകളായ ആളുകൾ മലമുകളിൽ പോയി അഭയം പ്രാപിച്ചു. പക്ഷേ എന്താ, വെള്ളം കയറുക തന്നെയാണ്. അവസാനം ഗതികെട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമീപത്ത് വന്ന് അവർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ വിഷമം അകറ്റിക്കൊടുക്കാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അങ്ങ് ദുആ ചെയ്യുകയും ഈ വിഷമം നീങ്ങുകയും ചെയ്താൽ മൂസാ നബിയെ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കാം, ബനൂ ഇസ്രായേലുകാരെ നിങ്ങൾക്ക് വിട്ടുതരികയും ചെയ്യാം, അവരെ കൂട്ടി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നൊക്കെ അവർ സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അവരെ വിശ്വസിച്ചു. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരു നിശ്ചിത സമയം വരെ അല്ലാഹു തആല ശിക്ഷ അകറ്റി കൊടുത്തു. പക്ഷേ അവരെന്താ ചെയ്തത്? ആ കരാർ ലംഘിക്കുകയാണ് ചെയ്തത്. വലിയ സത്യം ചെയ്തിട്ടാണ് വെള്ളപ്പൊക്കം എന്ന ശിക്ഷ മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തതനുസരിച്ച് അള്ളാഹു ഒഴിവാക്കിയത്. പക്ഷേ ഈ കൂട്ടർ നിഷേധം തുടരുകയാണ് ചെയ്തത്. ആളുകൾ അത് മറന്നു. പഴയപടി തന്നെയായി മൂസാ നബി അലൈഹി സ്വലാം കളിയാക്കി. ഫിർഔൻ പഴയ പോലെ വീരവാദങ്ങൾ മുഴക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എതിർത്തുകളെ, ഇനി നിങ്ങൾക്ക് പ്ലേഗ് രോഗം ബാധിക്കാൻ പോകുന്നുണ്ട്. പ്ലേഗ് രോഗം വരുന്നുണ്ട്, താഴൂന് വരുന്നുണ്ട്. അപ്പൊ ഫിർഔൻ എന്താ പറഞ്ഞെന്നറിയോ? എന്നാ പിന്നെ ഞങ്ങൾക്ക് മാത്രമാക്കണ്ട, എതിർത്തുകൾ എന്ത് ചെയ്യണം? ഇസ്രായേലിന്റെ വീടുകളിൽ ചെന്ന് താമസിക്കട്ടെ, പ്ലേഗ് അവരെയും ബാധിക്കട്ടെ എന്ന് ഫിർഔൻ എതിർത്തുകളോട് പറഞ്ഞു അവരെ വീട്ടിൽ പോയി താമസിക്കാൻ. അവസാനം ആ മഹാമാരി അവരെ പിടികൂടി. ബനൂ ഇസ്രായേലിൽ ഒരൊറ്റാളെ പോലും അത് ബാധിച്ചില്ല. ഖിബ്തികളെ മാത്രം, ഫിർഔന്റെ ആളുകളെ മാത്രം ബാധിച്ചു. 70,000 കോപ്റ്റിക് വംശജർ ഖിബ്തികൾ മരണമടഞ്ഞു. കന്നുകാലികൾ ചത്തൊടുങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ ആയപ്പോ നേരത്തെ പറഞ്ഞ പോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ആളുകൾ വന്ന് ദുആ ചെയ്യണം, ഇന്ന് ദുആ ചെയ്ത് ഈ പ്ലേഗ് മാറ്റിത്തരണം, ഞങ്ങൾ വിശ്വസിക്കാം, ബനൂ ഇസ്രായേലുകൾ വിട്ടുതരാം. മൂസാ നബി അലൈഹി ഇസ്ലാം അപ്പോഴും അവർ വിശ്വസിച്ചു, ദുആ ചെയ്തു കൊടുത്തു. ആ അസുഖം മാറി.
ആളുകൾക്ക് റാഹത്തായി. മാഷാ അല്ലാഹ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ മറന്നു. ആളുകൾ പരിഹാസം തുടർന്നു. 3 വർഷം വരൾച്ചയാണ് ആദ്യം ഉണ്ടായത്, പിന്നെ പ്രളയം വന്നു, പിന്നെ പ്ലേഗ് വന്നു. ഇതെല്ലാം മാറി ഇപ്പൊ ഐശ്വര്യകാലമാണ്. കൃഷി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഫിർഔൻ കൂടുതൽ ധിക്കാരിയാവുകയാണ് ഉണ്ടായത്. കൃഷിയൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തേക്ക് അതാ അള്ളാഹു തആല അടുത്ത ശിക്ഷ അയക്കുന്നു. വെട്ടുകിളികൾ കൂട്ടം കൂട്ടമായി വരികയാണ്. ജറാദ് കൂട്ടം കൂട്ടമായി വരികയാണ്. എന്താണ് അവ ചെയ്യുന്നത്? വരുന്നു, കൃഷികൾ തിന്നുന്നു, പറന്നു പോകുന്നു. വീണ്ടും ദുരിതമെത്തി. അവരുടെ കൃഷികളും സസ്യോൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം വെട്ടുകിളികൾ തിന്ന് നശിപ്പിച്ചു. എന്ന് മാത്രമല്ല, അവരുടെ വീടുകളുടെ കവാടങ്ങൾ, വീടുകളുടെ മേൽക്കൂരകൾ ഇതൊക്കെ തിന്ന് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. കൂട്ടം കൂട്ടമായി ഒന്നോ രണ്ടോ അല്ല, കൂട്ടമായി വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ വരെ തിന്നാൻ തുടങ്ങി എന്നാണ്. അത് നശിപ്പിക്കാൻ തുടങ്ങി. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ദുആ ചെയ്യാൻ അപേക്ഷിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു കൊടുത്തു. ആ വെട്ടുകിളിയുടെ പരീക്ഷണവും മാറിക്കിട്ടി, ദുരിതങ്ങൾ നീങ്ങിക്കിട്ടി, ഐശ്വര്യത്തിന്റെ കാലം വന്നു. ആളുകൾ അങ്ങനെ കാലം കുറച്ച് മുന്നോട്ട് പോയി. പക്ഷേ എന്തു ഫലം? ഈ കൂട്ടരുണ്ടോ അനുസരണം ശീലമാക്കിയിരിക്കുന്നു, കരാർ പാലനം ശീലിച്ചിരിക്കുന്നു. എവിടെ? വീണ്ടും അവർ നിഷേധത്തിലേക്ക് മുഴുകുകയാണ്. അപ്പൊ അല്ലാഹു തആല വീണ്ടും ചെള്ളുകൾ അയക്കുകയാണ്. ചെള്ള് അല്ലെങ്കിൽ പേന്. ഈ ചെള്ള് അല്ലെങ്കിൽ പേന് അവരുടെ ദേഹങ്ങളിൽ, വസ്ത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് അസഹ്യമായ ശല്യമുണ്ടാക്കി. തുമ്മൽ എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. തുമ്മൽ, ചെള്ള് എന്നർത്ഥമുണ്ട്, പുഴുക്കൾ എന്നർത്ഥമുണ്ട്, പേൻ, ഇങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. ഏതായാലും ഈ ശിക്ഷ സംഭവിച്ചപ്പോഴും മേൽപ്പറഞ്ഞ പ്രകാരം തന്നെ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുകയും ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, ശിക്ഷ നീങ്ങിക്കിട്ടി. കുറച്ചു സമയം കഴിഞ്ഞു, പഴയതുപോലെ വീണ്ടും പരിഹാസങ്ങൾ തുടങ്ങി. എന്തു കണ്ടാലും കേട്ടാലും പഠിക്കാത്തൊരു സമൂഹമല്ലേ? അടുത്ത ശിക്ഷ അതാ വരികയായി. തവളകളെയാണ് അല്ലാഹു തആല അയച്ചത്. നോക്കുന്നിടത്തെല്ലാം തവളകൾ. വീട്ടിനകത്തും പുറത്തും തവളകളാണ്. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാനൊട്ടും വയ്യ. ജീവിതം ആകെ ദുരിതപൂർണമായപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചവർ അവരുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞു. ഞങ്ങൾ ഇനി പഴയതുപോലെ ആവൂല എന്നൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, ദുരിതം കിട്ടി. പിന്നെയും ധിക്കാരവും പരിഹാസവും തന്നെയാണ്. അപ്പോഴാണ് അടുത്ത പരീക്ഷണം വരുന്നത്. രക്തം കൊണ്ട് പരീക്ഷിച്ചു അല്ലാഹു തആല. രക്തം, അവരുടെ ജലാശയങ്ങളിലെല്ലാം രക്തം, പാത്രങ്ങളിലൊക്കെ രക്തം. എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയൊക്കെ രക്തത്തിന്റെ കളറ്. കിണറിലും ജലാശയങ്ങളിലും പാത്രങ്ങളിലുമൊക്കെ എല്ലാ വെള്ളത്തിനും രക്തനിറം. ശുദ്ധജലം കിട്ടാനേ ഇല്ല. ജീവിതം വല്ലാതെ അസഹ്യമായി. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, അതും അവർ ലംഘിച്ചു. ഇങ്ങനെ നിരന്തരം പരീക്ഷണങ്ങൾ അയച്ചു കൊടുത്ത വിഷയമാണ് 133-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅർസൽനാ അലൈഹിം الطൂഫാന വൽജറാദ വൽഖുമ്മല വല്ലഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാത്ത് ഫസ്തക്ബറൂ വകാനൂ ഖൗമൻ മുജ്രിമീൻ. ഫഅർസൽനാ അലൈഹിം, അങ്ങനെ നാം അവരുടെ നേരെ അയച്ചു. അത്തൂഫാൻ, പ്രളയം അയച്ചു. വൽ ജറാദ, വെട്ടുകിളികളെ അയച്ചു. വൽ ഖുമ്മല, പേനിനെ അയച്ചു അല്ലെങ്കിൽ ചെല്ലനയച്ചു. വല്ലഫാദിഅ, തവളകളെ അയച്ചു. വദ്ദമ, രക്തം അയച്ചു. ഇതൊക്കെ നാം അവർക്ക് നേരെ ശിക്ഷകളായി അയച്ചു. ആയാത്തും മുഫസ്സലാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി. ആയാത്തും മുഫസ്സലാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് ഈ പറയപ്പെട്ടതെല്ലാം അയച്ചത്. പക്ഷേ എന്താണ് അവരുടെ മറുപടി? എന്താ? അവരുടെ സമീപനം എന്താണ്? പക്ഷേ അവർ അനുസരിക്കുന്നതിന് പകരം അഹങ്കരിക്കുകയാണ് അവർ ചെയ്തത്. തസ്തക്ബറൂ, അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. വകാനൂ ഖൗമൻ മുജ്രിമീൻ, തെറ്റായ നടപടികളിൽ അടിയുറച്ചു പോയ ഒരു ജനതയുമായിരുന്നു അവർ. അങ്ങനെ കുറ്റവാളികളായ ആളുകളായിരുന്നു അവർ. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി. വകാനൂ ഖൗമൻ മുജ്രിമീൻ, കുറ്റവാളികളായ ഒരു ജനതയായിരുന്നു അവർ. തൂഫാൻ, ഫഅർസൽനാ അലൈഹിം തൂഫാൻ. തൂഫാൻ എന്ന പദം പൊതുവെ എല്ലാത്തരം ആപത്തുകൾക്കും പറയപ്പെടാറുണ്ട്. പക്ഷേ വെള്ളപ്പൊക്കം മൂലമുള്ള ആപത്തിനാണ് അധികവും ഉപയോഗിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് ബഹുഭൂരിഭാഗം മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മാറാവ്യാധികൾ മൂലമുണ്ടാകുന്ന വലിയ ജീവനാശത്തിനും തൂഫാൻ എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശമെന്ന അഭിപ്രായമുണ്ട്. പ്ലേഗ് രോഗം പിടിപെട്ട് വലിയ തോതിൽ ജീവന് നാശം സംഭവിച്ചത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയും ഒരു അഭിപ്രായം ഇവിടെയുണ്ട്. തൂഫാൻ എന്നതുകൊണ്ട് ഉദ്ദേശം താഴൂനാണ് എന്നൊരു അഭിപ്രായം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ജറാദാണ്, വെട്ടുകിളി. തുമ്മൽ എന്ന് പറഞ്ഞാൽ പേന് അല്ലെങ്കിൽ ഒരു തരം ചെള്ള്, ഈച്ചയെ പോലെ ഒരു സാധനം. അങ്ങനൊക്കെ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. തവളകൾ, വൃദ്ധം, രക്തം. ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നിനെ കുറിച്ചും ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാണെന്നും ഇത് സിഹറോ ജാലവിദ്യയോ മാരണമോ മറ്റോ അല്ലെന്നുമൊക്കെ അവർക്ക് നേരത്തെ തന്നെ പ്രത്യേകം വിവരിച്ചു കൊടുക്കപ്പെട്ടിരുന്നു. അതാണ് ആയാത്തിൻ മുഫസ്സലാത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. വിശദീകരിച്ചു കൊടുക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ. അതായത് ഇതൊക്കെ വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടരൊക്കെ അവരോട് പറയുന്നത് അള്ളാഹുവിന്റെ പാപത്തിന് ശിക്ഷാണ് കേട്ടോ, നിങ്ങളിതിങ്ങനെ പിന്നെ നേരായ വഴിയിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ഇതൊന്നും മാരണമല്ല, ജാലവിദ്യയല്ല, ദൃഷ്ടാന്തമാണ് എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തിരുന്നു ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും. ഇതാണ് ആയാത്തിൻ മുഫസ്സലാത്ത് എന്ന് പറയാൻ കാരണം. ഇന്ന് നമ്മൾ 134-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ശിക്ഷകൾ വന്ന സമയത്ത് ആ ശിക്ഷകൾ നീക്കിത്തരാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന രംഗമാണ് അടുത്ത ആയത്തിലുള്ളത്. ഇനി ഈ ശിക്ഷ നീങ്ങിക്കിട്ടിയാൽ ഞങ്ങൾ എന്തായാലും അങ്ങയിൽ വിശ്വസിക്കാമെന്നും ബനൂ ഇസ്രായേലുകളെ നിങ്ങൾക്ക് വിട്ടുതരാമെന്നും എവിടെ വേണമെങ്കിലും അവരെ കൂട്ടി താങ്കൾക്ക് പോകാമെന്നും അവർ പറയുന്നു. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ വഖഅ അലൈഹിം الرجز قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. വലമ്മാ വഖഅ അലൈഹിം الرجز, അങ്ങനെ അവർക്ക് ശിക്ഷ വന്നെത്തിയപ്പോൾ, റിജ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. വലമ്മാ വഖഅ അലൈഹിം الرجز, അങ്ങനെ അവരുടെ മേൽ ആ ശിക്ഷ, ആ ശിക്ഷ അവരുടെ മേൽ സംഭവിച്ചപ്പോൾ, ഖാലു, അവർ വന്ന് പറഞ്ഞു, കേണപേക്ഷിച്ചു, യാ മൂസ, മൂസാ നബിയെ അലൈഹിസ്സലാം, ഉദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം, റബ്ബക, അങ്ങയുടെ രക്ഷിതാവിനോട് ദുആ ചെയ്യണം, ബിമാ അഹിദ ഇൻദക, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് അറിയിച്ചു തന്നതനുസരിച്ച്, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ മാറ്റിത്തരാമെന്നും രക്ഷപ്പെടുത്താമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. ആ വാഗ്ദാനത്തിനനുസരിച്ച്, വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം അങ്ങ്. അതല്ലെങ്കിൽ താങ്കൾക്ക് അള്ളാഹു നൽകിയതിനനുസരിച്ച് പറഞ്ഞ നുബുവത്ത്, പ്രവാചകത്വം മുൻനിർത്തി ദുആ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞത് കാണാം. താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ, ആ നുബുവത്ത്, ആ പ്രവാചകത്വം മുൻനിർത്തി ഞങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യണം. അതാണ് ബിമാ അഹിദ ഇൻദക്. ഒന്നുകിൽ താങ്കൾക്ക് വാഗ്ദാനം ചെയ്തതനുസരിച്ച്, അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് അറിയിച്ചു തന്നതനുസരിച്ച്, അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് തന്നത് ആ പ്രവാചകത്വം അത് മുൻനിർത്തിയിട്ട് എന്നൊക്കെ അർത്ഥം. എന്നിട്ട് അവർ പറയാണ്, ലൈൻ കശഫ്ത അന്ന റിജ്സ, ഈ ശിക്ഷയൊക്കെ ഞങ്ങളിൽ നിന്നും നീക്കി കിട്ടിയാൽ, അങ്ങ് നീക്കി തന്നാൽ, ലൈൻ കശഫ്ത, അകറ്റിത്തന്നാൽ, അങ്ങ് അകറ്റിത്തന്നാൽ, അന്ന, ഞങ്ങളിൽ നിന്ന് അരിജ, ഈ ശിക്ഷകൾ മൂസാ നബിയെ താങ്കൾ അകറ്റിത്തരുന്ന പക്ഷം, ലനുഅ്മിനന്ന ലക, ഞങ്ങൾ നിശ്ചയമായും അങ്ങയിൽ വിശ്വസിക്കാം എന്ന് മാത്രമല്ല, വലനുർസിലന്ന, തീർച്ചയായും ഞങ്ങൾ അയച്ചു തരാം, മാക്ക, താങ്കളുടെ കൂടെ ബനീ ഇസ്രായേൽ സന്തതികളെ താങ്കളോടൊപ്പം വിട്ടയക്കുകയും ചെയ്യാം, ഇത് തീർച്ചയാണ് എന്നവർ പറയുകയും ചെയ്തു. 135-ാമത്തെ ആയത്തിൽ നോക്കൂ. അപ്പൊ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ദുആ ചെയ്തിട്ട് ആ ശിക്ഷ അകറ്റി കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ കശഫ്നാ അൻഹും الرجز ഇലാ അജലിൻ ഹും ബാലിഗൂഹു ഇദാ ഹും യൻഖുസൂൻ. ഫലമ്മാ കശഫ്നാ അൻഹും, അങ്ങനെ നാം അവരിൽ നിന്നും ആ ശിക്ഷയെ നീക്കിയപ്പോൾ, ആ ശിക്ഷയെ മാറ്റിവെച്ചപ്പോൾ, ഇലാ അജലിൻ, ഒരവധി വരെ, ഹും ബാലിഗൂഹു, അവർ പ്രാപിക്കുന്ന ഒരവധി വരെ എന്ന് പറഞ്ഞാൽ വന്നെത്താനുള്ള ഒരു അവധി വരെ,
അവർക്കിനി വന്നെത്താനുള്ളൊരു അവധി വരെ നാം ആ ശിക്ഷയെ മാറ്റിവെച്ചപ്പോ, ആ ശിക്ഷയെ നീക്കിക്കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? ഇദാഹും യൻകുസൂൻ, അവരതാ വാഗ്ദാന ലംഘനം നടത്തുന്നു. നേരത്തെ പറഞ്ഞൊന്നും അവർക്ക് ഓർമ്മല്ല. യൻകുസൂൻ, വാഗ്ദാന ലംഘനം നടത്തുകയാണവർ. ഫലമ്മാ കശഫ്നാ അൻഹും الرجز ഇലാ അജലിൻ ഹും ബാലിഗൂഹു, അവർക്ക് വന്നെത്താനുള്ള ഒരു അവധി വരെ ആ ശിക്ഷയെ നമ്മൾ മാറ്റിവെച്ചപ്പോ, ഏതാണ് വന്നെത്താനുള്ള അവധി? അവരെ അന്തിമമായി നശിപ്പിക്കാനുള്ള അവധി എന്നാണ് ഉദ്ദേശം. അതായത് അവർക്ക് അവരെ അല്ലാഹു തആല നശിപ്പിക്കാൻ, അവരെ മുക്കിക്കൊല്ലാൻ പോകുന്നുണ്ടല്ലോ, ആ അവധി, അവരെ നശിപ്പിക്കാനുള്ള അവധി, അത് വന്നെത്തുന്നവരെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ശിക്ഷ, അല്ലെങ്കിൽ മാറ്റി കൊടുക്കുകയാണ്. അതല്ല, അവർ വിശ്വസിക്കാൻ അനുവദിച്ചു കൊടുത്ത അവധി എന്നും അഭിപ്രായമുണ്ട്. ഇങ്ങനെ ശിക്ഷ നീക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞിരുന്നില്ല, എന്നിട്ട് അവധി നിശ്ചയിച്ചിരുന്നു. ആ അവധി എത്തുന്നത് വരെ ശിക്ഷയെ മാറ്റി കൊടുത്തപ്പോൾ അവർ പഴയ പോലെ തന്നെയായി. ഇങ്ങനെയും അർത്ഥമുണ്ട്. ഏതായാലും ഈ വന്ന ശിക്ഷകൾക്കിടയിലുള്ള ഇടവേളകൾ ഓരോ മാസമായിരുന്നു എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തൂഫാൻ വന്നു, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ജറാദ്, അതേപോലെ പിന്നൊരു മാസം കഴിഞ്ഞിട്ടാണ് കുമ്മല്, പിന്നൊരു മാസം കഴിഞ്ഞിട്ടാണ് വഫാദ്, ഇങ്ങനെ വന്നത്. രക്തം പിന്നൊരു മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഓരോ ശിക്ഷകളുടെയും ഓരോ വിപത്തുകളുടെയും ഇടവേളകൾ ഓരോ മാസമായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 136-ാമത്തെ ആയത്ത്. ഇപ്പോ അവരുടെ ധിക്കാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിംകളായവർ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ട്. മറ്റുള്ള ആളുകൾ, ഫിർഔനും കൂട്ടരും ശിങ്കിടികളും എന്തൊക്കെ അനുഭവിച്ചിട്ടും പാഠം പഠിക്കുന്നില്ല, ധിക്കാരികളായി തുടരുകയാണ്. അവസാനം അവരുടെ ധിക്കാരം മൂർധന്യതയിലെത്തി. ഇനി അവരെ നശിപ്പിക്കാനുള്ള സമയം അടുക്കുകയും ചെയ്തു. വലിയൊരു പരീക്ഷണമാണ് ഇനി വരുന്നത്, വലിയൊരു ആപത്താണ് ഇനി വരുന്നത്. ആ ധിക്കാരികളായ ആളുകളെ മുഴുവനും അല്ലാഹു തആല കടലിൽ മുക്കിക്കൊല്ലാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേലിനെയും കൂട്ടി ഒരു രാത്രി ഈജിപ്തിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പുറപ്പെടുകയാണ്. പോകുന്നതിനിടയിൽ ചെങ്കടലിനടുത്തെത്തി. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സൂറത്തുകളിൽ വിശദമായി വരുന്നുണ്ട്. അവിടെ എത്തിയപ്പോ ബാക്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയ ഫിർഔനും കൂട്ടരും വരുന്നു. മുന്നിലാണെങ്കിൽ കടലാണ്. ബനൂ ഇസ്രായേലുകാർ ആകെ ബേജാറായി. എന്താ ചെയ്യുക? രക്ഷപ്പെടാൻ വകുപ്പില്ല. മുന്നിൽ കടല്, ബാക്കിൽ ഫിർഔൻ. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, പെട്ടത് തന്നെ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഇനി നമ്മൾക്ക് രക്ഷയില്ല. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കല്ല, അങ്ങനെ പറയരുത്. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, വഴി കാണിച്ചു തരും, രക്ഷപ്പെടാൻ വഴി കാണിച്ചു തരും. ഉടനെ വന്നു കൽപ്പന, മൂസാ നബിയെ കയ്യിലുള്ള വടി കൊണ്ട് വെള്ളത്തിലടിക്കൂ, കടലിലടിക്കൂ. അടിക്കേണ്ട താമസം ആ കടൽ രണ്ടായി പിളർന്നു, വെള്ളം വഴിമാറി നിന്നു, ഒരു വഴി അവിടെ രൂപപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാമും സമൂഹവും ആ വഴിയിലൂടെ, വിശാലമായ വഴിയിലൂടെ നടന്നുപോയി അക്കരയെത്തിയപ്പോഴാണ് ബാക്കിൽ നിന്ന് വന്ന ഫിർഔനും കൂട്ടരും മാർത്തലച്ച് മുന്നും പിന്നും നോക്കാതെ നേരെ കണ്ട വഴിയിലേക്ക് ഇറങ്ങി. അവരാ വഴിയിലിറങ്ങി നടുവിലെത്തിയപ്പോ വെള്ളം പൂർവ്വസ്ഥിതിയിലായി, എല്ലാവരും മുങ്ങി മരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായത് സൂറത്ത് ത്വാഹയിൽ, സൂറത്ത് ശുആറായിൽ, സൂറത്ത് ദുഖാനിലൊക്കെ ഈ സംഭവം കൃത്യമായി വിശദമായി വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പഠിക്കാം. അല്ലാഹു തആല ഇവിടെ ഈ ആയത്തിൽ അത് ചുരുക്കി പറയുകയാണ് ചെയ്തത്. 136-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. فانتقمنا منهم, അങ്ങനെ നാം അവരെ ശിക്ഷിച്ചു. ഫഅഗ്റഖനാഹും, അവരെ നമ്മൾ മുക്കി, ഫിൽ യമ്മി, സമുദ്രത്തിൽ. ഫന്തഖംനാ മിൻഹും, അങ്ങനെ നമ്മൾ അവരെ ശിക്ഷിച്ചു. ഫഅഗ്റഖനാഹും, അപ്പോൾ അവരെ നമ്മൾ മുക്കിക്കളഞ്ഞു, ഫിൽ യമ്മി, കടലിൽ. എന്റെ കാരണം? ബിഅന്നഹും, തീർച്ചയായും അവർ, കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു എന്നതുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞു എന്നതുകൊണ്ട്, വ്യാജമാക്കി കളഞ്ഞു എന്നതുകൊണ്ട്, വകാനൂ അൻഹാ ഗാഫിലീൻ, ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരാകുകയും ചെയ്തിരുന്നു. അത് കാരണം
അപ്പൊ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിക്കളയുകയും അവയെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്തത് കാരണം അവരെ നമ്മൾ കടലിൽ നശിപ്പിച്ചു. വകാനു അൻഹാ ഗാഫിലീൻ. ഗാഫിലുൻ എന്ന പ്ലൂറലാണ്. അശ്രദ്ധ, ശ്രദ്ധ. ഇങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലും കടൽ കടന്ന് രക്ഷപ്പെട്ടത്, അതേപോലെ ഫിർഔനെയും കൂട്ടരെയും മുക്കിക്കൊന്നത് മുഹറം 10-നായിരുന്നു, ആശൂറയുടെ ദിവസമായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ദിവസത്തിന് നന്ദിയായി ശുക്രായി മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളോടും ആശൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ നോമ്പെടുക്കാറുമുണ്ട്. ഒരു ദിവസം കൂടെ അതിനു മുമ്പ് താസുആവും കൂടെ നോക്കാൻ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. യഹൂദികൾ ചെയ്യുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി 10 മാത്രം നോക്കണ്ട, 9, 10 കൂടെ രണ്ടും സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നതാണ്. അങ്ങനെ ആശൂറ ദിനത്തിൽ മുഹറം 10-ന്റെ അന്ന് നോമ്പ് നോറ്റാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഒരു കൊല്ലത്തെ തെറ്റുകൾ പൊറുക്കാൻ കഴിയുന്ന അത്രയും വലിയ പ്രതിഫലമുള്ള നോമ്പാണ് എന്നർത്ഥം. 137-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഭൂമിയിൽ എവിടെയും അധികാരമോ സ്വാതന്ത്ര്യമോ ഇല്ലാതെ മർദ്ദിതരായി അടിമകളായി കഴിയുകയായിരുന്നല്ലോ ബനൂ ഇസ്രായേലുകാർ. ഫിർഔനിന്റെയും കൂട്ടരും നേരെ തിരിച്ചായിരുന്നു. ഫിർഔന്റെ കയ്യിൽ, അവന്റെ ശിങ്കരികളുടെ കയ്യിൽ എല്ലാ അധികാരവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തായി? കടലിൽ മുക്കിക്കൊന്ന ശേഷം അവസ്ഥ നേരെ മാറി. അതായത് അല്ലാഹു തആല ബനൂ ഇസ്രായേലിന് അധികാരം കൊടുത്തു. അള്ളാഹു അവർക്ക് ആ നാടിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും അധീനപ്പെടുത്തി കൊടുത്തു. ഫിർഔനും സൈന്യവും കടലിൽ മുങ്ങി നശിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും, കോട്ടകളും, കൊട്ടാരങ്ങളും, അണക്കെട്ടുകളും, കൂറ്റൻ കെട്ടിടങ്ങളും, തോട്ടങ്ങളും, കൃഷികളും എല്ലാം ക്രമേണ തകർന്നു പോവുകയും ചെയ്തു. ആ ഒരു വിഷയമാണ് അല്ലാഹു തആല 237-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. وأورثنا القوم. ആ സമുദായത്തിന് നമ്മൾ അനന്തരമായി കൊടുത്തു, അവകാശപ്പെടുത്തി കൊടുത്തു. ഏതാണ് ആ ഖൗമ്? അല്ലദീന, ഒരു വിഭാഗം, കാനൂ യുസ്തദ്അഫൂന, ദുർബലരായി അവഗണിക്കപ്പെട്ടിരുന്ന, ദുർബലരായി എല്ലാ തലങ്ങളിലും അവഗണന മാത്രം ഏറ്റുവാങ്ങിയിരുന്ന, ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന ആ ഖൗമിന് നമ്മൾ അവകാശപ്പെടുത്തി കൊടുത്തു. എന്താണ് അവകാശപ്പെടുത്തി കൊടുത്തത്? മശാരിക്കൽ അർളി വമഗാരിബഹാ, ഭൂമിയുടെ ആ നാടിന്റെ പശ്ചിമഭാഗങ്ങളും പൂർവ്വ പശ്ചിമ ഭാഗങ്ങൾ, ആ നാടിന്റെ കിഴക്കു ഭാഗവും പടിഞ്ഞാറു ഭാഗത്തുമുള്ള എല്ലാ സ്ഥലങ്ങളും അവർക്ക് നാം ക്രമേണ അവകാശപ്പെടുത്തി കൊടുത്തു. എന്താണ് ആ നാടിന്റെ പ്രത്യേകത? അല്ലത്തി ബാറക്നാ ഫീഹാ, നമ്മൾ അനുഗ്രഹിച്ചിരുന്ന നാടാണത്. നമ്മൾ അനുഗ്രഹം ചൊരിഞ്ഞിരുന്ന ആ നാടിന്റെ കിഴക്കും പടിഞ്ഞാറുമൊക്കെ അവർക്ക് നമ്മൾ അവകാശപ്പെടുത്തി കൊടുത്തു. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ക്രമേണ അവകാശപ്പെട്ടു എന്നർത്ഥം. അവർക്ക് ആ സ്ഥലങ്ങളൊക്കെ കീഴടക്കാനായി. وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا وتمت كلمة ربك, താങ്കളുടെ നാഥന്റെ ഉദാത്ത വചനം സാക്ഷാത്കൃതമാവുകയും ചെയ്തു. അൽ ഹുസ്ന, ഉദാത്തമായ വചനം, വതമ്മത്, സാക്ഷാത്കൃതമാവുകയും ചെയ്തു. കലിമത്തു റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന്റെ വചനം, അൽ ഹുസ്ന, ഉദാത്തമായ വചനം, അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേല്യരിൽ, ബിമാ സബറു, അവർ ക്ഷമിച്ചതു കാരണം. ക്ഷമ കൈക്കൊണ്ടതിന്റെ ഫലമായി താങ്കളുടെ നാഥന്റെ ഉദാത്ത വചനം ഇസ്രായേല്യരിൽ സാക്ഷാത്കൃതമാവുകയും ചെയ്തു, നിറവേറുകയും ചെയ്തു. നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.
വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔനു വഖൗമുഹു വമാ കാനൂ യഅരിശൂൻ. വദമ്മർനാ നമ്മൾ തകർത്തു കളയുകയും ചെയ്തു. മാ കാന യസ്നഉ ഫിർഔൻ വഖൗമുഹു ഫിർഔനും അവന്റെ ഖൗമും പടുത്തുയർത്തിക്കൊണ്ടിരുന്ന എല്ലാ രമ്യഹർമ്മങ്ങളും വമാ കാനൂ യഅരിശൂൻ അവർ കെട്ടിയുയർത്തിയ പല കായ്ക്കനികളും നാം സംഹരിച്ചു കളയുകയും ചെയ്തു. അവർ കെട്ടിയുണ്ടാക്കിയിരുന്ന വലിയ വലിയ കോട്ടകൾ, കൊത്തളങ്ങൾ, കൊട്ടാരങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ തകർത്തു കളഞ്ഞു. പിന്നെ എന്തും വമാ കാനൂ യഅരിശൂൻ അവർ പടർത്തിയുണ്ടാക്കിയിരുന്ന, കെട്ടി ഉയർത്തി പടർത്തിയുണ്ടാക്കിയിരുന്ന ഫലവും കായ്ക്കനികളും. അപ്പൊ മുന്തിരി, ചൊരങ്ങ, പടവലം, കൈപ്പക്ക, ഇങ്ങനെയൊക്കെ പന്തലുകളിൽ പടർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറികളില്ലേ, ഇങ്ങനെ ഇത്തരം കായ്ക്കനികളും ഫലങ്ങളും ഒക്കെ നമ്മൾ നശിപ്പിച്ചു കളയുകയും ചെയ്തു. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന ജനത, അതായത് ബനൂ ഇസ്രായേൽ, അവർക്ക് അവകാശപ്പെടുത്തി കൊടുക്കപ്പെട്ട അനുഗ്രഹീതമായ ഭൂമി, അല്ലത്തി ബാറക്നാ ഫിഹാ എന്ന് പറഞ്ഞത് സമ്പൽ സമൃദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഭൂമി ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഷാം പ്രദേശം, സിറിയയുടെ ഭാഗം, ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ഷാം പ്രദേശം, അതാണ് അല്ലത്തി ബാറക്നാ ഫിഹാ, നമ്മൾ ബറക്കത്ത് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞത്. ഈ ഭൂമിയെക്കുറിച്ച് അള്ളാഹു തആല ഇതേപോലെ നമ്മൾ അനുഗ്രഹിച്ച ഭൂമി എന്ന് വേറെയും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ബറക്കത്തുള്ള നാടാണ്. കൃഷികളുണ്ട്, ഒരുപാട് വ്യവസായങ്ങളുണ്ട്, ഫലഭൂയിഷ്ടമായ മണ്ണാണ് അവിടെ, ആ ഏരിയകളൊക്കെ. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലം വരെ നിരവധി പ്രവാചകന്മാർ വന്ന പുണ്യഭൂമി കൂടിയാണത്. അതാണ് അല്ലത്തി ബാറക്നാ ഫിഹാ എന്ന് പറഞ്ഞത്. മശാരിക്കൽ അർദ് വമഗാരിബഹാ, ആ നാടിന്റെ കിഴക്കുഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എല്ലാ സ്ഥലങ്ങളും അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ് അർത്ഥം. വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്ന, താങ്കളുടെ രക്ഷിതാവിന്റെ ഉദാത്ത വചനം പരിപൂർണമായി സാക്ഷാത്കൃതമായി. എന്താണ് അതിന്റെ ഉദ്ദേശം? ശത്രുക്കളെ നശിപ്പിക്കുമെന്നും ഇസ്രായേലിയരുടെ പിതാക്കളുടെ നാടായ ഷാം അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നും അവരെ നേതാക്കളാക്കുമെന്നൊക്കെ അള്ളാഹു തആല നേരത്തെ ചെയ്ത വാഗ്ദാനം. അതാണ് കലിമത്തുൽ ഹുസ്ന എന്ന് പറഞ്ഞത്. താങ്കളുടെ രക്ഷിതാവിന്റെ ഉദാത്ത വചനം എന്ന് പറഞ്ഞത് ഈ വാഗ്ദാനമാണ്. നിങ്ങളെ ശത്രുക്കളെ നശിപ്പിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പന്മാരുടെ നാട് തിരിച്ചു തരും, നിങ്ങളെ നേതാക്കളാക്കും. ഇതേ സൂറയിൽ തന്നെ 129-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവ്വക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർളി ഫയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചു തരികയും ഭൂമിയിൽ നിങ്ങളെ പകരക്കാരാക്കി തരികയും ചെയ്തേക്കാം എന്ന് മൂസാ നബി അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ചാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖസസിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനന സംഭവവും സന്ദർഭവും വിവരിക്കുന്നിടത്ത് ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹും വാരിസീൻ. ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടവർക്ക് നാം കരുണ ചെയ്യുമെന്നും അവരെ നേതാക്കളാക്കുമെന്നും അവരെ അനന്തരാവകാശികളാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ആ കലിമത്തുൽ ഹുസ്ന നേരത്തെ പറഞ്ഞ ഉദാത്തമായ വചനം അല്ലെങ്കിൽ വാഗ്ദാനം. ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. കലിമത്തു റബ്ബിക്കൽ ഹുസ്ന എന്ന് പറഞ്ഞത് സൂറത്തുൽ ഖസസിന്റെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയമാണ്. ഇവർക്ക് അനുഗ്രഹം ചൊരിയാനും അവർ നേതാക്കളാക്കാനും അനന്തരാവകാശം എടുക്കുന്നവരാക്കാനും അള്ളാഹു നിശ്ചയിച്ച തീരുമാനം. ഫിർഔനിന്റെയും സൈന്യത്തിന്റെയും നാശത്തോടുകൂടി ഇതെല്ലാം സംഭവിച്ചു, എല്ലാം പൂർത്തീകരിച്ചു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല സമ്പൂർണമായി എന്ന് പറഞ്ഞു. ഫിർഔനും കൂട്ടർ നശിച്ചു കഴിഞ്ഞപ്പോ അവരുടെ പ്രതാപത്തിന്റെ സംസ്കാരത്തിന്റെ നിദർശനങ്ങളായിരുന്ന മനോഹരമായ കെട്ടിടങ്ങളും മറ്റവശിഷ്ടങ്ങളും വസ്തുക്കളും ഒക്കെ സംരക്ഷിക്കാൻ ആളില്ലാതെ ക്രമേണ നശിച്ച് നാമാവശിഷ്ടമായി തീർന്നു. അതാണ് ഈ അവസാനത്തെ വാക്യത്തിന്റെ ഉദ്ദേശം. ഇസ്രായേലിയർ സമുദ്രം കടന്ന് രക്ഷപ്പെട്ട ഉടനെ തന്നെ ഈ പറയപ്പെട്ട ഷാം രാജ്യങ്ങൾ അവരുടെ അധീനതയിൽ വന്നു എന്നോ അല്ലെങ്കിൽ
ഫിർഔനും സൈന്യവും മുങ്ങി നശിച്ചപ്പോഴേക്കും ഈജിപ്തിൽ അവരുടെ വകയായുള്ള എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊന്നും ഇവിടെ ഉദ്ദേശമല്ല കേട്ടോ. അങ്ങനെയൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. ക്രമേണ ആ രണ്ട് സംഗതികളും സംഭവിച്ചു എന്നാണ് പറയുന്നത്. ചെങ്കടൽ കടന്നതിന് ശേഷം സംഭവ ബഹുലമായ 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലിയർക്ക് ശാം പ്രദേശങ്ങളിൽ പ്രവേശിക്കാനും അവിടെ ആ രാജ്യങ്ങൾ അധീനപ്പെടുത്താനും അവിടെ സുഖമായി ജീവിക്കാനും ഒക്കെ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഫിർഔനും കൂട്ടരും മുങ്ങി നശിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ പോലെയുള്ള പലതരം ശിക്ഷകൾ കാരണം നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന ഈജിപ്ത്. ഫിർഔൻ നശിച്ചതോടുകൂടി ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ആ നാട് മൊത്തം അനാഥമായി തീരുകയും ചെയ്തു. മാത്രവുമല്ല, എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും യന്ത്രങ്ങൾ പോലെ കിബിത്തുകൾ ഉപയോഗിച്ചിരുന്നത് ബനൂ ഇസ്രായേലുകാരായിരുന്നല്ലോ. അവരാണെങ്കിലോ ഇപ്പോ കടൽ താണ്ടി രക്ഷപ്പെടുകയും ചെയ്തു. അതോടുകൂടി ആ വാതിലും അടഞ്ഞുപോയി. അങ്ങനെ ഫിർഔനും കൂട്ടരും ഈജിപ്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ കെട്ടിപ്പൊക്കിയ എല്ലാ സംഗതികളും ബിൽഡിങ്ങുകളും ക്രമേണ തകർന്നു തരിപ്പണമായി, അവിടെ ശൂന്യമായി. അതാണ് പറഞ്ഞത്. ഒരു ജനത നശിക്കുന്നതോടുകൂടി അവരുടെ സംസ്കാരങ്ങളും ചിഹ്നങ്ങളും നശിക്കും എന്നും നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എത്ര വിഭാഗങ്ങളാണ്, എത്ര സമൂഹങ്ങളാണ് ഇങ്ങനെ കൊല്ലങ്ങൾ നീണ്ടുനിന്ന സംസ്കാരങ്ങളും മറ്റുമൊക്കെ ലോകത്തു നിന്ന് ഇല്ലാതെയായിപ്പോയത്. ഒരുപാട് സമൂഹങ്ങൾ അല്ലാഹു തആല തന്നെ പല സമൂഹത്തിലെയും കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദിനെ പോലെ, സമൂദിനെ പോലെ, അല്ലേ? ഏതായാലും നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഒരു സംഗതിയാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ വലിയ റബ്ബ് എന്ന് വീരവാദം മുഴക്കിയിരുന്ന ഫിർഔൻ, അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ഫിർഔൻ, ആ മനുഷ്യന് നേരെ രാജാതിരാജനായ റബ്ബിന്റെ ചില ചെറിയ ശിക്ഷകൾ, ചില ചെറിയ സൃഷ്ടികളെ ഫിർഔനിന് നേരെ അയച്ചിട്ട് ആ ഫിർഔൻ അത് തടുക്കാനോ അത് പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല. തവള, ചെല്ല്, രക്തം, ഇങ്ങനെ ചെറിയ പേൻ, ഇങ്ങനെ ചെറിയ സാധനങ്ങൾ അയച്ചിട്ട് അത് തടയാൻ കഴിയാത്ത ഒരു എതിരാളിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ആ ഫിർഔനിന്റെ ദയനീയമായ കാഴ്ച ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനുമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് ഖബൂൽ ചെയ്യട്ടെ. ഇനി ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഹഖ്ഖജാഹ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും പ്രയാസം നീക്കി തരണം തമ്പുരാനെ. മഹാനവറുകളെയും ഞങ്ങളെയും നീ നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം. അല്ലാഹ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. അഹങ്കാരം തൊട്ടുതീണ്ടാതെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ഈ ക്ലാസ്സുമായി പരിശുദ്ധ ഖുർആന്റെ പഠനവുമായി മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇതിനോട് അധ്വാനിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, കേൾക്കുന്നവർ, പഠിക്കുന്നവർ എല്ലാവരും നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. മാതാപിതാക്കളും ഉസ്താദുമാർക്കും മാണ്ടപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരുടെയും ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം എപ്പോഴും. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.